ഹായ് ആൾ, വെൽക്കം ടു ലുമോസ് അക്കാഡമി. നമ്മളിന്ന് കേരള റിനീസൻസ് ലീഡേഴ്സിലെ തൈക്കാടയ്യനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. തൈക്കാടയ്യ 1814 കന്യാകുമാരിക്കടുത്ത് നഗളപുരത്താണ് തൈക്കാടയ്യ ജനിക്കുന്നത്. അച്ഛൻ്റെ പേര് മുത്തുകുമാരൻ, അമ്മ രുക്മിണി അമ്മാൾ, ഭാര്യയുടെ പേര് കമലമ്മാൾ. തൈക്കാടയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ. അപ്പം എന്താണ് 1814 കന്യാകുമാരിക്കടുത്തുള്ള നഗളപുരത്താണ് തൈക്കാടയ്യ ജനിക്കുന്നത്. യഥാർത്ഥ നാമം സുബ്ബരായൻ, അച്ഛൻ്റെ പേര് മുത്തുകുമാരൻ, അമ്മ രുക്മിണി അമ്മാൾ, ഭാര്യയുടെ പേര് കമലമ്മാൾ. ഗുരുവിന്റെ ഗുരു ശിവരാജയോഗി, ഹഠയോഗ ഉപദേഷ്ട. ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, ഹഠയോഗ ഉപദേഷ്ട എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, ശിവരാജയോഗി എന്ന പേര് സ്വീകരിച്ച നവോത്ഥാന നായകൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് ഇതൊക്കെ. ഗുരുവിന്റെ ഗുരു, ഹഠയോഗ ഉപദേഷ്ട, ശിവരാജയോഗി. സവർണ ജാതിക്കാര് ഇദ്ദേഹത്തെ പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ എന്നും വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പുലയ സമുദായത്തിൽപ്പെട്ട അയ്യങ്കാളിനെ യോഗവിദ്യ അഭ്യസിപ്പിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് സവർണ ജാതിക്കാര് പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ എന്ന് ഇദ്ദേഹത്തിന് വിളിപ്പേര് വന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നു, ഹഠയോഗ ഉപദേഷ്ട എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, ശിവരാജയോഗി എന്ന പേര് സ്വീകരിച്ച നവോത്ഥാന നായകൻ, പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ എന്നൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. തൈക്കാടയ്യയുടെ ആദ്യ ഗുരുവാണ് ചിട്ടി പരദേശി. തൈക്കാടയ്യനെ യോഗ അഭ്യസിപ്പിച്ച ഗുരുവാണ് സച്ചിദാനന്ദ മഹാരാജ്. അപ്പൊ തൈക്കാടയ്യയുടെ ആദ്യ ഗുരുവാണ് ചിട്ടി പരദേശി. തൈക്കാടയ്യനെ യോഗ അഭ്യസിപ്പിച്ച ഗുരുവാണ് സച്ചിദാനന്ദ മഹാരാജ്. മനോന്മണിയും സുന്ദരപിള്ളയുടെ സഹായത്തോടെ ഇദ്ദേഹം ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചു. എവിടെയാണ് സ്ഥാപിച്ചത്? തിരുവനന്തപുരത്തെ പേട്ടയിലാണ് സ്ഥാപിച്ചത്. അപ്പം മനോന്മണിയും സുന്ദരപിള്ള എന്ന് പറയുന്നത് ആദ്യത്തെ തിരുവിതാംകൂർ MA ബിരുദധാരിയാണ്. മനോന്മണിയും സുന്ദരപിള്ളയുടെ സഹായത്തോടെ തൈക്കാടയ്യ തിരുവനന്തപുരത്ത് പേട്ടയിൽ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രമാണ് ശൈവ പ്രകാശ സഭ. എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരു ചിട്ടി പരദേശി. ഇദ്ദേഹം യോഗ അഭ്യസിച്ച ഗുരുവാണ് സച്ചിദാനന്ദ മഹാരാജ്. ഇദ്ദേഹം സ്ഥാപിച്ച ആത്മീയ കേന്ദ്രമാണ് ശൈവ പ്രകാശ സഭ. ശൈവ പ്രകാശ സഭ ഇദ്ദേഹം സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്തെ പേട്ടയിലാണ് ശൈവപ്രകാശ സഭ തൈക്കാടയ്യ സ്ഥാപിച്ചത്. തൈക്കാടയ്യയുടെ പ്രധാന ശിഷ്യന്മാരായിരുന്നു ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ. അപ്പം തൈക്കാടയ്യ യോഗ അഭ്യസിപ്പിച്ചതാണ്. അപ്പം ഇവർ മൂന്നുപേരും യോഗ അഭ്യസിക്കാനാണ് തൈക്കാടയ്യ അടുത്ത് വരുന്നത്. തൈക്കാടയ്യയുടെ ശിഷ്യത്വം സ്വീകരിച്ച മറ്റ് രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, രാജാ രവിവർമ്മ, സ്വാതി തിരുനാൾ. അവിടെ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് തൈക്കാടയ്യയുടെ ശിഷ്യത്വം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ്. ഏതാണ്ട് 51 ശിഷ്യന്മാർ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതില് പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. ഇദ്ദേഹത്തിന് ശിഷ്യത്വം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാൾ. ആരുടെ ഉപദേശപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമികളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ തൈക്കാടയ്യ. അപ്പൊ തൈക്കാടയ്യയുടെ ഗുരുവായിരുന്നു വൈകുണ്ഠസ്വാമികള്. സ്വാതി തിരുനാളിന്റെ അടുത്ത് ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് വൈകുണ്ഠസ്വാമികളെ സ്വാതി തിരുനാൾ വിമോചിപ്പിച്ചത്. ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തില് തൈക്കാടയ്യനെ തൈക്കാട് റെസിഡൻസിന്റെ മാനേജറായിട്ട് നിയമിച്ചത് ആരാന്ന് ചോദിച്ചാൽ മഗ്രിഗർ. ആര് ഭരണാധികാരിയായിരിക്കുമ്പോഴാണ്? ആയില്യം തിരുനാള്. ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തില് തൈക്കാടയ്യനെ തൈക്കാട് റെസിഡൻസി മാനേജറായിട്ട് നിയമിച്ചതാര്? മഗ്രിഗർ. അപ്പൊ അതിനുശേഷം ജനങ്ങൾ ഇദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ് സൂപ്രണ്ടയ്യ. അപ്പൊ സൂപ്രണ്ടയ്യ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ തൈക്കാടയ്യ. ആരുടെ ഉപദേശപ്രകാരമാണ് സ്വാതി തിരുനാള് വൈകുണ്ഠസ്വാമികളെ ജയിൽ വിമോചിതനാക്കിയെന്ന് ചോദിച്ചാൽ തൈക്കാടയ്യ. ആയില്യം തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിൽ തൈക്കാടയ്യനെ തൈക്കാടയ്യ റെസിഡൻസി മാനേജറായിട്ട് നിയമിച്ചത് ആരാന്ന് ചോദിച്ചാൽ മഗ്രിഗർ. അതിനുശേഷം ജനങ്ങൾ ഇദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വിളിച്ചതാണ് സൂപ്രണ്ടയ്യ. പന്തിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആര്? സവർണ ജാതിക്കാരെയും അവർണ ജാതിക്കാരെയും വിളിച്ചു വരുത്തി പന്തിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ. ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം 1943 തൈക്കാടയ്യ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. അപ്പം തൈക്കാടയ്യ സ്വാമി ക്ഷേത്രം ഏത് വർഷമാണ്? 1943. തൈക്കാടയ്യ മിഷൻ രൂപീകരിച്ചത് 1984. തൈക്കാടയ്യ സ്വാമി ക്ഷേത്രം സ്ഥാപിച്ചത് 1943. തൈക്കാടയ്യ മിഷൻ സ്ഥാപിച്ചത് 1984. ഇദ്ദേഹം സമാധിയാവുന്നത് 1909 ജൂലൈ 20-നാണ് ഇദ്ദേഹം സമാധിയാകുന്നത്.
എന്തൊക്കെയാണ്? പന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ തൈക്കാടയ്യ. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഉദ്ധരണികൾ നമുക്ക് നോക്കാം. ഒന്ന്, இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ തൈക്കാടയ്യ. ഇതാണ് പിന്നീട് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മലയാള തർജ്ജിമയിൽ പ്രസിദ്ധപ്പെടുത്തുന്നത്. ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രതിഷ്ഠ നടത്താമെന്ന് പ്രഖ്യാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ തൈക്കാടയ്യ. അപ്പം എന്തൊക്കെയാണ്? இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാടയ്യ. ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രതിഷ്ഠ നടത്താം എന്ന് പ്രഖ്യാപിച്ചതും തൈക്കാടയ്യ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. തൈക്കാടയ്യയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതാന്ന് നോക്കാം. രാമായണം പാട്ട്, രാമായണം ബാലകാണ്ഡം, രാമായണം സുന്ദരകാന്ഡം, പഴനി വൈഭവം, തിരുവാരൂർ മുരുകൻ, ബ്രഹ്മോത്തര കാണ്ഡം, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ പാമേല, എന്റെ കാശിയാത്ര. ഇതിലെ എന്റെ കാശിയാത്ര തൈക്കാടയ്യയുടെ യാത്രാ വിവരണ ഗ്രന്ഥമാണ്. തൈക്കാടയ്യയുടെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് എന്റെ കാശിയാത്ര. ഇദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ദ സാഗ ഓഫ് എ സേജ്. എഴുതിയത് E.K. സുഗതനാണ്. ജീവചരിത്രം ദ സാഗ ഓഫ് എ സേജ് എഴുതിയത് E.K. സുഗതൻ. തൈക്കാടയ്യയുടെ യാത്രാ വിവരണ ഗ്രന്ഥം അറിയപ്പെടുന്നത് എന്റെ കാശിയാത്ര. സോ അപ്പൊ അത്രേ ഉള്ളൂ തൈക്കാടയ്യനെ കുറിച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് തൈക്കാടയ്യ. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.